പിന്നെ പറയണ്ടല്ലോ, ആ ഒരു ഗ്യാസ് അപ്പൊ തന്നെ അവിടുന്ന് പൊട്ടിത്തെറിക്കുകയാണ്. അങ്ങനെ ആ ഒരു ഷിപ്പ് മുഴുവനും കത്തിയിട്ട് കടലിലേക്ക് ഇങ്ങനെ താണു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ കരയിൽ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് ബിയർ കഴിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടാളുകൾ കാണുന്നുണ്ട്. ഈ ബൈനോക്കുലർ വെച്ച് നോക്കുന്ന ഇവനെ നമുക്ക് മൈക്ക് എന്ന് വിളിക്കാം. തൊട്ടപ്പുറത്തിരുന്ന് ബിയർ അടിച്ചുകൊണ്ടിരിക്കുന്നവനെ നമുക്ക് ചാൾസ് എന്ന് വിളിക്കാം. ഈ ഒരു ബോട്ട് താഴേക്ക് പോകണം കണ്ടിട്ട് ഇവർ രണ്ടും അത്ഭുതപ്പെട്ട് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ കടലിന്റെ അടിയിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ രണ്ടുപേരും ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് ബാക്കോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നുമില്ലാന്ന് വിചാരിച്ചിട്ട് അവർ വീണ്ടും ആ ഒരു തെരച്ചിൽ നടത്തുകയാണ്. പക്ഷെ ആ ഒരു പമ്പ് അതിപ്പോ വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അതെന്താന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അഴിച്ചു നോക്കുകയാണ്. ഈ ഒരു സമയത്താണ് ഇവരുടെ ബോട്ട് മൊത്തമായിട്ടും വെള്ളത്തിലേക്ക് മുങ്ങിയിട്ട് അത് കടലിന്റെ അടിത്തട്ടിലേക്ക് വന്ന് വീഴുന്നത്. ഈ ബോട്ട് കടലിന്റെ അടിത്തട്ടിൽ വന്ന് വീണ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന മണലുകൾ മുഴുവനും ഇവർ നിൽക്കുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ആ ഒരു പൊടിപടലങ്ങളൊക്കെ കണ്ടിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് രണ്ടുപേരും അന്തം വിട്ടിട്ട് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇതിന്റെ ഇടയിൽ ഒരു പ്ലേറ്റിന്റെ കഷ്ണം അവിടുന്ന് തെറിച്ചു വരുന്നുണ്ട്. അത് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുത്തം പിടിക്കുന്നുണ്ട്. അവന്റെ പേരാണ് ഫിന്നാണ് ഈ കഥയിലെ നമ്മുടെ ഹീറോ. ഈ ഒരു പ്ലേറ്റിന്റെ പീസ് കിട്ടിയ സമയത്ത് തന്നെ പിന്നെ ആ ഒരു പ്ലേറ്റുമായിട്ട് മെല്ലെ കടലിന് മുകളിലേക്ക് വരുന്നുണ്ട്. അവന്റെ കൂട്ടുകാരനായിട്ടുള്ള അൽഫോൺസും അവന്റെ കൂടെ പൊങ്ങി വരുന്നുണ്ട്. ഇപ്പൊ ആ ഒരു പ്ലേറ്റ് അവന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ചിട്ടൊന്ന് ചുരണ്ടി നോക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു എംബ്ലം നമ്മുടെ ഫിന്ന് കാണുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ തന്നെ അവന് നല്ല സന്തോഷമാവുന്നുണ്ട്. അവനിപ്പോ അവന്റെ കൂട്ടുകാരനായിട്ടുള്ള അൽഫോൺസിനോട് പറയാണ്, എടാ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട് മോനെ, ഇത് എന്താന്ന് നിനക്കറിയോ? ഇപ്പൊ അൽഫോൺസ് പറയാണ്, അതെന്താ ഒരു പ്ലേറ്റിന്റെ കഷ്ണം അത്രേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് വേറെ ഒരു പ്ലേറ്റിന്റെ കഷ്ണമല്ല മോനെ, നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു നിധി അത് ഈ ഒരു കടലിൽ തന്നെ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഈ ഒരു പ്ലേറ്റിന്റെ കഷ്ണം. ഇതിന്റെ ബാക്കിലുള്ള ഈ ഒരു എംബ്ലം നീ ശ്രദ്ധിച്ചോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഫിന്നിനാണെങ്കിൽ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഇപ്പൊ ഫിന്ന് തിരിഞ്ഞു നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് ആ ഒരു ബോട്ട് അവിടെ നിന്ന് കാണാനില്ല. ഇതിപ്പോ അവിടെ പോയി എന്ന് വിചാരിച്ചിട്ട് ഇവരിങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ്. ആ ഒരു സമയത്താണ് അൽഫോൺസ് താഴേക്ക് നോക്കുന്ന സമയത്ത് ഇവർ വന്നിട്ടുള്ള ബോട്ട് മൊത്തമായിട്ട് പൊങ്ങിയിട്ട് വെള്ളത്തിന്റെ അടിയിൽ അത് അവിടെ എങ്ങനെ കിടക്കുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോ അൽഫോൺസ് നമ്മുടെ ഫിന്നോട് കാര്യം പറയാണ്. ഫിന്നിപ്പോ ഞെട്ടിയിട്ട് ആ ഒരു ബോട്ട് കിടക്കുന്ന ഭാഗത്തേക്ക് നീന്തി പോകുന്നുണ്ട്. എന്നിട്ട് ബോട്ടിന്റെ ഉള്ളിൽ കയറുകയാണ്. അവിടെയൊക്കെ നോക്കിയിട്ട് അവൻ വളരെ പ്രഷ്യസ് ആയിട്ട് വെച്ചിട്ടുള്ള അവന്റെ വൈഫുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ അത് മാത്രം ആ ഒരു ബോട്ടിൽ നിന്ന് എടുത്തിട്ട് അവനിപ്പം എല്ലാം പൊങ്ങി വരികയാണ്. എന്നാൽ ഈ ഒരു സമയപ്പോഴത്തേക്കും